നല്ലവനും വിശ്വസ്തനുമായ നമ്മുടെ കർത്താവിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ ബൈബിൾ അധ്യയനത്തിൽ സംബന്ധിക്കുന്ന ബഹുമാന്യരായ കർത്താവിൻ്റെ ദാസന്മാർക്കും ദൈവജനത്തിനും യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ഉള്ള സ്നേഹവന്ദനങ്ങൾ. കർത്താവിൻ്റെ പാദങ്ങളിൽ നമുക്ക് വീണ്ടും ഒരുമിച്ചായിരിക്കാൻ കഴിയുന്നതിൽ സന്തോഷിക്കുന്നു. എല്ലാ തിങ്കളാഴ്ചയും പറയുന്നത് പോലെ ആവർത്തിക്കുന്നു, ഇന്നലെ നമുക്കൊക്കെ ലഭിച്ച അനുഗ്രഹീതമായ ആത്മീയ കൂട്ടായ്മകൾക്കായി കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ എല്ലാം വിവിധ പ്രാദേശിക സഭകൾക്കായിട്ട് ദൈവത്തിന് സ്തോത്രം. ആ സഭകളിലെ ശുശ്രൂഷകന്മാർക്കായി, നമുക്ക് കൂട്ടായ്മയ്ക്ക് ദൈവം ദാനമായി നൽകിയിട്ടുള്ള വിശുദ്ധന്മാർക്കായും ഞാൻ കർത്താവിനെ വാഴ്ത്തുന്നു, ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവിക സത്യങ്ങളുടെ പരിജ്ഞാനം ദൈവം നമുക്ക് പകർന്നു തന്ന് വഴി നടത്തുന്നതിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഒരു ദൈവദാസനുമായി സംസാരിച്ചപ്പോൾ എനിക്ക് ആദ്യമായി മനസ്സിലാക്കുവാൻ കഴിഞ്ഞ ഒരു കാര്യമുണ്ട്. ഈ കാലങ്ങളിൽ പല ആധുനിക സഭാ സംഘടനകളിലും പെട്ടവർ അവരുടെ സഭാംഗങ്ങളോ ശുശ്രൂഷകന്മാരോ ആരെങ്കിലും മരിക്കുന്നെങ്കിൽ അവർക്ക് വേണ്ടി പ്രത്യേകാൽ ഒരു പ്രാർത്ഥന നടത്തുക പതിവാണെന്ന്. ആ പ്രത്യേകാൽ പ്രാർത്ഥന ആ സമൂഹത്തിലെ, ആ സഭയിലെ, ആ സംഘടനയിലെ പ്രധാനികൾ മാത്രമുള്ള, എക്സ്ക്ലൂസീവായി അവർ മാത്രമുള്ള ഒരു സംഘത്തിലാണ്. മറ്റാരെയും അതിൽ പങ്കെടുപ്പിക്കാറുമില്ലത്രേ. അത് മറ്റൊന്നിനും വേണ്ടിയല്ല, ഈ മരിച്ചവരുടെ ഉയർപ്പിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. അതിനെക്കുറിച്ച് ഞാൻ ഇന്ന് കേട്ടത്, ഉയർത്തെഴുന്നേൽപ്പിനായിട്ടുള്ള ഒരു പ്രാർത്ഥന അവരുടെയൊക്കെ ശവസംസ്കാര ചടങ്ങുകളിൽ ഇന്ന് ഒഴിച്ചുകൂടാനൊക്കാത്ത ഒരു പ്രധാന ശുശ്രൂഷയാണത്രേ. നിങ്ങളിൽ ആർക്കെങ്കിലും നേരത്തെ അറിവുണ്ടായിരുന്നു എന്ന് എനിക്കറിയില്ല. ഞാൻ ആദ്യമായിട്ടാണ് അതിനെക്കുറിച്ച് കേൾക്കുന്നത്. ഒറ്റപ്പെട്ട സംഭവങ്ങളിൽ അങ്ങനെ പ്രാർത്ഥിച്ചവരെ കുറിച്ച് എനിക്കറിയാം. ഞാൻ നേരിട്ട് അതിൽ എന്താണ് പറയുന്നത്, സാക്ഷിയാണ്. എന്നാൽ ഇത് ഇവരുടെ ഒരു പ്രഥയാണെന്ന്, ഇത് ഇവരുടെ ഒരു രീതിയാണെന്ന്, എല്ലായിടത്തും എല്ലാവർക്കും വേണ്ടി അവരത് ചെയ്യാറുണ്ടെന്ന് ഇന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. പറഞ്ഞു വന്നത്, ദൈവിക സത്യങ്ങളെ കുറിച്ച് ഗ്രഹിപ്പാൻ ദൈവം നമ്മുടെ ഉൾക്കണ്ണുകളെ തുറന്നതിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. സ്തോത്രം. ധാരാളം പേർ ഇതുപോലെയുള്ള പല അരുതായ്മകളുടെയും പിടിയിൽ കുടുങ്ങിക്കിടക്കുകയാണ്. എന്നാലും ഇന്നും പലരും അന്ധതയിൽ, ഇരുട്ടിൽ തപ്പിത്തടയുന്നു. വ്യാജത്തിൻ്റെ പുറകെ ഇന്നും ധാരാളം പേർ യാത്ര ചെയ്യുന്നു. കർത്താവ് നമ്മുടെ കണ്ണുകളെ തുറന്നല്ലോ. യേശു കർത്താവ് പരിശുദ്ധാത്മാവിൽ ആനന്ദിച്ച് പിതാവിനോട് പറഞ്ഞതുപോലെ, പിതാവേ, സ്വർഗത്തിനും ഭൂമിക്കും നാഥനായുള്ളവേ, നീവ സ്വർഗത്തിനും ഭൂമിക്കും കർത്താവായുള്ളവേ, നീ ഇവ ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയത് കൊണ്ട് ഞാൻ നിന്നെ വാഴ്ത്തുന്നു. അതേ പിതാവേ, ഇങ്ങനെയല്ലോ നിനക്ക് പ്രസാദം തോന്നി. സ്തോത്രം. ലൂക്കോസ് 10:21 വായിച്ചത്. ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ച് ശിശുക്കൾക്ക് ദൈവം ഈ ആത്മീയ സത്യങ്ങളെ വെളിപ്പെടുത്തി. അതിനായി ദൈവത്തിന് സ്തോത്രം.
കത്തോലിക്കർക്ക് വെളിപ്പെട്ടതുപോലും പല പെന്തക്കോസ്തുകാർക്കും വെളിപ്പെടാതിരിക്കുന്നുവെന്ന് ഇന്ന് മറ്റൊരു വാർത്തയിൽ ഞാൻ മനസ്സിലാക്കി. പേരെടുത്ത് പറയുന്നതിൽ ക്ഷമിച്ചാലും കൊടുക്കപ്പെടാതിരിക്കാൻ വേണ്ടി ഈ കൂട്ടത്തിൽ ഞാൻ ഈ പറയുന്നയാളിൻ്റെ ആരാധകരാരും കാണില്ലെന്ന് എനിക്കറിയാം. എന്നാൽ ഇതിന് ശേഷം കേൾക്കുന്ന ആരെങ്കിലും അങ്ങനെയുള്ള വ്യാജങ്ങളുടെ പുറകെ പോകുന്നവരാണെങ്കിൽ അവർക്ക് വേണ്ടി ഞാൻ പേരെടുത്ത് പറയുകയാണ്. ഞാൻ ഈ പേര് പറയുന്നയാള് ഡിഫമേഷൻ കേസ് ചെയ്താലും കുഴപ്പമില്ല, ഉണ്ടെങ്കിലല്ലേ പോകത്തുള്ളൂ. സജിത് കണ്ണൂർ എന്ന് പറയുന്ന കക്ഷി നമ്മുടെയൊക്കെ വേദികളിൽ വളരെ അരങ്ങ് തകർത്തയാളാണ്. ഒടുവിൽ നമ്മളെ ചീത്ത പറഞ്ഞ് കത്തോലിക്ക സഭയാണ് യഥാർത്ഥ സഭയെന്നും പറഞ്ഞ് തിരികെ പോയി. അവിടെയും ഇവിടുത്തെ അത്രയും പണി അവിടെ പറ്റിയിട്ടില്ല, എന്നാലും മോശമല്ലായിരുന്നു. എന്നാൽ ഈ കഴിഞ്ഞ ദിവസം നിങ്ങൾ വാർത്തയൊക്കെ കണ്ടു കാണും. കത്തോലിക്ക സഭ അദ്ദേഹത്തെ പുറത്താക്കിയെന്ന്. അവർക്ക് വ്യാജം മനസ്സിലായി. ഇവരുടെ ടീമിൽപ്പെട്ട ആൾക്കാരെ പ്രത്യേകാൽ ഒരുക്കിയെടുത്ത് ഇവരുടെയൊക്കെ യോഗം നടക്കുന്ന സ്ഥലങ്ങളിൽ കൊണ്ട് വിവിധ രോഗികളായിട്ട് അഭിനയിപ്പിക്കും. ഇവർ പ്രാർത്ഥിക്കുമ്പോൾ ആ അഭിനയിച്ചു വന്നവർക്ക് സൗഖ്യമായി എന്ന അടുത്തൊരു അഭിനയം. അതിനിടയിൽ ചിലപ്പം വല്ല ആത്മാർത്ഥതയോടെ ദൈവത്തെ വിശ്വസിച്ച് ആവശ്യബോധത്തോടെ വരുന്ന ആരുടെയെങ്കിലും എന്തെങ്കിലും രോഗം യഥാർത്ഥമായി സൗഖ്യമായെന്നും വന്നേക്കാം. ഇങ്ങനെയാണ് ഇവരുടെയൊക്കെ അത്ഭുതങ്ങളുടെ പരമ്പരകളെന്ന് പരിശോധിച്ചറിഞ്ഞതിന് ശേഷം സത്യമാണെന്ന് തിരിച്ചറിഞ്ഞ് അയാളെ മുടക്കിയതായിട്ട് കത്തോലിക്ക സഭ പ്രഖ്യാപിച്ചിരിക്കുന്നു. അത്രയുമെങ്കിലും കാഴ്ചപ്പാട് നമ്മുടെ ആൾക്കാർക്കുണ്ടായിരുന്നെങ്കിൽ എന്നുള്ള ഒരു ഹൃദയവാഞ്ച കൊണ്ട് ഞാൻ പേരെടുത്ത് അങ്ങ് പറഞ്ഞതാണ്. ആരെയെങ്കിലും അത് ഒഫൻഡ് ചെയ്തെങ്കിൽ, ഇടർച്ച ആർക്കെങ്കിലും ആയെങ്കിൽ ഞാൻ മാപ്പപേക്ഷിക്കുന്നു. പക്ഷേ വഞ്ചിക്കപ്പെടാതിരിക്കേണ്ടതിന് വഞ്ചകന്മാരുടെ പേരുകൾ വെളിപ്പെടുത്തുന്നത് തെറ്റില്ലെന്ന് എനിക്ക് തോന്നുന്നു. തിമോത്തിയോസിനുള്ള ലേഖനത്തിൽ പൗലോസ് അങ്ങനെ പേരെടുത്തു പറഞ്ഞ് ചിലരെ സൂക്ഷിക്കാൻ പ്രബോധിപ്പിച്ചിട്ടുണ്ട്. അത് വേദപുസ്തകത്തിൻ്റെ രീതിയാണ്. അതുകൊണ്ട് ഞാനിങ്ങനെ ചെയ്തതാണ്. പറഞ്ഞു വന്നത്, ഇതുപോലെയുള്ള വ്യാജാത്മാക്കൾക്ക് നാം ആരും കീഴ്പ്പെടാതിരിക്കേണ്ടതിന്, ഇങ്ങനെയുള്ള വ്യാജങ്ങളാൽ നാം ആരും വശീകരിക്കപ്പെടാതിരിക്കേണ്ടതിന്, ദൈവസന്നിധിയിൽ നമുക്ക് ദൈവവചനത്തിൻ്റെ യഥാർത്ഥ കാഴ്ചപ്പാട് പ്രാപിപ്പാൻ ദൈവം പിന്നെയും നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചും ആശംസിച്ചും കൊണ്ട് ദൈവത്തിൻ്റെ വചനഭാഗങ്ങളിലേക്ക് നാം പോവുകയാണ്. നാം എബ്രായർക്കുള്ള ലേഖനമാണല്ലോ പഠിച്ചു വരുന്നത്. എബ്രായ ലേഖനത്തിൻ്റെ ഒരു ഹ്രസ്വമായ എന്താണ് പറയുന്നത് സർവേക്ഷണം നാം നടത്തി. ഒരു ഹ്രസ്വമായ ഔട്ട്ലൈൻ, എ ഷോർട്ട് സർവേ ഓഫ് ഹീബ്രൂസ്, അതിൻ്റെ ക്ലാസിഫിക്കേഷൻ, അതിൻ്റെ വിഭജനം, അതിലെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്നിവയെ നമ്മൾ ശനിയാഴ്ച കാണുകയുണ്ടായി. അതുമായി ബന്ധപ്പെട്ട ചെറിയ വിവരണം ഞാൻ നിങ്ങൾക്ക് നമ്മുടെ ഗ്രൂപ്പുകൾ, 2 ഗ്രൂപ്പുകളിലും വാട്സാപ്പിൽ ഇടുകയും ചെയ്തു. എല്ലാം നിങ്ങൾക്ക് കിട്ടിക്കാണുമല്ലോ. ഇതുവരെയുള്ള കാര്യങ്ങളിൽ ഇതുവരെ നമ്മൾ പുസ്തകത്തിൻ്റെ അകത്തേക്ക്, വ്യാഖ്യാനത്തിലേക്ക് പ്രവേശിച്ചിട്ടില്ല കേട്ടോ. സ്തോത്രം. പല സംശയങ്ങൾ ഇനിയും പുസ്തകത്തിനകത്തു നിന്നും നിങ്ങൾക്ക് ഉണ്ടാകുമെന്ന് എനിക്കറിയാം. എന്നാൽ നമ്മൾ ഇതുവരെ പുസ്തകത്തിനകത്തേക്ക് കടന്നിട്ടില്ല. പുസ്തക പരിചയം മാത്രമാണ് നടത്തുന്നത്. സ്തോത്രം. അല്പം ചില കാര്യങ്ങൾ കൂടെ പുസ്തക പരിചയത്തിൽ ചെയ്ത ശേഷം നാം 1-ാം അധ്യായത്തിലേക്ക് പോകും.
നമ്മൾ കണ്ടു. ശനിയാഴ്ചയും ഒടുവിൽ ഈ ചോദ്യവും വന്നിരുന്നു. ഇബ്രായ ലേഖനത്തെ നമ്മൾ 5-ാം സുവിശേഷമെന്ന് വിളിക്കുന്നു, അല്ലെങ്കിൽ വേദപഠിതാക്കൾ ഈ ലേഖനത്തെ 5th ഗോസ്പൽ, 5-ാം സുവിശേഷം എന്ന് വിളിക്കുന്നു. അതിനുള്ള കാരണം എന്താണെന്ന് ചോദ്യം വന്നു. നമ്മൾ അതേക്കുറിച്ച് പറയുകയും ചെയ്തു. ഒരു കാര്യവും കൂടെ അതിനോട് കൂട്ടിച്ചേർക്കുന്നു. The 4 gospel books, Matthew to John, they describe the person of Jesus and his earthly ministry. Whereas the book of Hebrews presents the very person of Christ, who he is, as well as his heavenly ministry. മത്തായി തൊട്ട് യോഹന്നാൻ വരെയുള്ള 4 സുവിശേഷ ഗ്രന്ഥങ്ങൾ കർത്താവായ യേശുവിൻ്റെ ആളത്വത്തെയും കർത്താവായ യേശുവിൻ്റെ ഈ ലോകത്തിലെ അല്ലെങ്കിൽ ഈ ഭൂമിയിലെ ശുശ്രൂഷയെയും വിവരിക്കുന്നു. സ്തോത്രം. എന്നാൽ 5-ാം സുവിശേഷം എന്ന് നമ്മൾ വിളിക്കുന്ന പരിചയപ്പെട്ട എബ്രായ ലേഖനമോ, അതിൽ പറയുന്നത് യേശുവിൻ്റെ ആളത്വത്തെക്കുറിച്ച് പറയുന്നുണ്ട്, യേശു ആരാണെന്ന്. ഒപ്പം യേശുവിൻ്റെ സ്വർഗത്തിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ശുശ്രൂഷകളെക്കുറിച്ചും പറയുന്നു. ആദ്യത്തെ 4 സുവിശേഷ ഗ്രന്ഥങ്ങൾ യേശുവിൻ്റെ ആളത്വത്തെയും യേശുവിൻ്റെ ഐഹിക ശുശ്രൂഷകളെയും കുറിച്ച് പറയുമ്പോൾ, 5-ാം സുവിശേഷം എന്ന് വിശേഷിപ്പിക്കപ്പെടാവുന്ന എബ്രായ ലേഖനത്തിൽ യേശുക്രിസ്തുവിൻ്റെ ആളത്വത്തെയും സ്വർഗീയ മഹാപുരോഹിത ശുശ്രൂഷകളെയും കുറിച്ച് പറയുന്നു. സ്തോത്രം. രണ്ടിലും പ്രതിപാദനം യേശുവിൻ്റെ ആളത്വവും യേശുവിൻ്റെ ശുശ്രൂഷകളുമാണ്. കൂടാതെ നമ്മൾ ഈ പുസ്തകത്തെക്കുറിച്ച് കണ്ടു, ബെറ്റർ എന്ന്, ഏറ്റവും നല്ലത് എന്ന് പല ആവർത്തി പറഞ്ഞിട്ടുണ്ട്. അത് ആദ്യത്തെ ക്ലാസ്സിൽ നമ്മൾ എഴുതിയായിരുന്നു. അതുകൊണ്ട് ചിലർ ഈ പുസ്തകത്തെ ദ ബുക്ക് ഓഫ് ബെറ്റേഴ്സ് എന്ന് വിളിക്കുന്നുണ്ട്. ഏറെ നല്ലതുകളുടെ ഗ്രന്ഥം, ഏറെ നല്ലതുകളുടെ പുസ്തകം എന്ന് ഈ പുസ്തകത്തെ വിളിക്കുന്നു. സ്തോത്രം. ഇപ്പോൾ നമ്മൾ കണ്ടിട്ടുണ്ട്, ഈ പുസ്തകം പ്രധാനമായും ലേവ്യ പുസ്തകത്തോടും റോമാലേഖനത്തോടും ഗലാത്യ ലേഖനത്തോടുമാണ് ഏറ്റവും കൂടുതൽ സാമ്യമുള്ളതായിട്ട് നിൽക്കുന്നത്. എബ്രായ ലേഖനം ഏറ്റവും കൂടുതൽ സാമ്യപ്പെട്ട് നിൽക്കുന്നത് ലേവ്യ പുസ്തകം, റോമാലേഖനം, ഗലാത്യ ലേഖനം എന്നീ പുസ്തകങ്ങളോടാണ്. ദിസ് ബുക്ക്, Hebrews, is very much related, very much close to 3 books: the book of Leviticus, epistle to Romans, and epistle to Galatians. അപ്പം ഈ 3 പുസ്തകങ്ങളോടും വളരെ സാമ്യപ്പെട്ടതാണ് ഈ പുസ്തകം. അങ്ങനെ നിൽക്കുമ്പോൾ തന്നെ ഏതാണ്ട് 86 direct
references to the Old Testament. ഏതാണ്ട് പഴയ നിയമത്തിലെ 86ഓളം നേരിട്ടുള്ള ഉദ്ധരണികൾ ഈ പുസ്തകത്തിനകത്തിലുണ്ട്. From more than 100 references, we have 86 plus direct quotations from the Old Testament in this book. From more than 100 references. പഴയ നിയമത്തിലെ 100-ൽ പരം ഭാഗങ്ങളിൽ നിന്ന് 86ഓളം നേരിട്ടുള്ള ഉദ്ധരണികൾ നമുക്ക് ഈ പുസ്തകത്തിനകത്ത് കാണാൻ സാധിക്കും. അതും നമ്മുടെ വ്യാഖ്യാനത്തിലേക്ക് വരുമ്പോൾ ഓരോന്നായിട്ട് നോക്കാം. 86 എണ്ണം ഉള്ളത് കൊണ്ട് അതിങ്ങനെ 1, 2 എന്ന് പറഞ്ഞു പോകുന്നത് പ്രായോഗികമല്ലല്ലോ. ചിലപ്പോൾ ഇന്നത്തെ ദിവസം അതിന് മാത്രമേ പിന്നെ കാണുകയുള്ളൂ. അതുകൊണ്ട് നമ്മൾ ദൈവം അനുവദിച്ചാൽ വ്യാഖ്യാന ഭാഗത്തേക്ക് വരുമ്പോൾ അതിൻ്റെ ഭാഗങ്ങളെ നമുക്ക് എടുത്ത് പറയാം. എന്നാൽ അക്കൂട്ടത്തിൽ ഒരു കാര്യം ഈ കഴിഞ്ഞിടയ്ക്ക് തൻ്റെ നിത്യതയിലേക്ക് പോയ ജോൺ മാക്കാർത്തർ തൻ്റെ സ്റ്റഡി ബൈബിളിൽ പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നതനുസരിച്ച് ദ റൈറ്റർ ഓഫ് ദ എപ്പിസിൽ ടു ഹീബ്രൂസ് ഈസ് എ വെരി വെൽ നോൺ എക്സ്പോസിറ്റർ ഓഫ് ദ ഓൾഡ് ടെസ്റ്റമെന്റ്. അദ്ദേഹം പറയുന്നത് പഴയ നിയമത്തിലെ ഭാഗങ്ങളെ വളരെ നന്നായിട്ട് വ്യാഖ്യാനിക്കുന്ന ഒരു വ്യാഖ്യാതാവാണ് ഈ പുസ്തകത്തിന്റെ എഴുത്തുകാരനെന്ന്. അതിന് അദ്ദേഹം നിരത്തുന്ന ചില ന്യായങ്ങളുണ്ട്, ചില വാദങ്ങളുണ്ട്. റൂഫസ്, ഞാനിപ്പോൾ അയച്ച 2 എണ്ണത്തിൽ दूसरा वाला व्हाट्सएप में जो भेजा है उसमें से दूसरा वाला जरा शेयर करो. പെട്ടെന്ന് തെളിവുകളായിട്ട് അദ്ദേഹം നിരത്തുന്ന ചില കാര്യങ്ങൾ ഒന്ന് ചൂണ്ടിക്കാണിക്കുക. അത് വ്യാഖ്യാനിക്കുകയല്ല നമ്മളിപ്പോൾ. അദ്ദേഹം പറയുന്നതാണ്, ഇടത്തുവശത്തുള്ളത് എബ്രായ ലേഖനമാണ് കേട്ടോ. എബ്രായ ലേഖനം 1-ാം അധ്യായം 1-ാം വാക്യം തൊട്ട് 2-ന്റെ 4 വരെ ഉള്ളത് സങ്കീർത്തനങ്ങളിൽ നിന്നും 2 ശമൂവേൽ 7-ാം അധ്യായത്തിൽ നിന്നും പുറപ്പാട് പുസ്തകം 32-ാം അധ്യായത്തിൽ നിന്നുമുള്ള വ്യാഖ്യാനങ്ങളാണ്. ഓക്കെ, ഹീബ്രൂസ് 1:1-2 verse 4 is an ഡിസ്ക്രിപ്ഷൻ കാണാൻ പറ്റുന്നില്ല. ഒരെണ്ണമേ ഉള്ളൂ, അതാ ഞാൻ പറഞ്ഞത്. ബാക്കിയുള്ളതെല്ലാം ഉണ്ട് അതിനകത്ത്. എക്സ്പോസിഷൻ ഫ്രം വേഴ്സസ് ഫ്രം സാംസ്, 2 Samuel chapter 7 and Deuteronomy chapter 32. അപ്പോൾ ഈ 1-ാം അധ്യായം 1 തൊട്ട് 2-ന്റെ 4 വരെയുള്ള എബ്രായ ലേഖനത്തിലെ വാക്യങ്ങൾ ഒന്നിലധികം സങ്കീർത്തനങ്ങളിൽ നിന്നും 2 ശമൂവേൽ 7-ാം അധ്യായത്തിൽ നിന്നും ആവർത്തന പുസ്തകം 32-ാം അധ്യായത്തിൽ നിന്നുമുള്ള വാക്യങ്ങളുടെ വ്യാഖ്യാനമാണ്, എക്സ്പോസിഷനാണ്. 2-ാം അധ്യായം 5 തൊട്ട് 18 വരെ ഉള്ളത് സങ്കീർത്തനം 8-ന്റെ 4 തൊട്ട് 6 വരെയുള്ളതാണ്. 2-ാം അധ്യായം 5 തൊട്ട് 18 വരെയുള്ള വാക്യങ്ങൾ 8-ാം സങ്കീർത്തനം 4 തൊട്ട് 6 വരെയുള്ള വാക്യങ്ങളുടെ വ്യാഖ്യാനമാണ്.
3-ാം അധ്യായം 1 തൊട്ട് 4-ാം അധ്യായം 13 വരെ, 3 verses 1 to 4, 13. അത് സങ്കീർത്തനം 95-ന്റെ 7 തൊട്ട് 11 വരെയുള്ള വാക്യങ്ങളുടെ എക്സ്പോസിഷനാണ്, വ്യാഖ്യാനമാണ്. പിന്നെ 4-ാം അധ്യായം 14 തൊട്ട് 7-ാം അധ്യായം 28 വരെ, 4-ന്റെ 14 തൊട്ട് 7-ന്റെ 28 വരെയുള്ളത് 110-ാം സങ്കീർത്തനത്തിന്റെ 4-ാമത്തെ വാക്യത്തിന്റെ വ്യാഖ്യാനമാണ്. 110-ാം സങ്കീർത്തനത്തിന്റെ 4-ാം വാക്യം, chapter 4 verses 14 to 7 verse 28 is an exposition of Psalm 110 and verse 4. പിന്നെ 8-ന്റെ 1 തൊട്ട് 10-ന്റെ 18 വരെ, 8:1 to 10:18. 8-ന്റെ 1 തൊട്ട് 10-ന്റെ 18 വരെ. അത് യിരെമ്യാ പ്രവചനം 31-ാം അധ്യായം 31 തൊട്ട് 34 വരെയുള്ള വാക്യങ്ങളെ നമുക്ക് വ്യാഖ്യാനിച്ചു തരികയാണ്. യിരെമ്യാവ് 31-ന്റെ 31 തൊട്ട് 34 വരെ. Hebrews chapter 8 verses 1 to chapter 10 verse 18. That portion is an exposition of Jeremiah 31 to 34. Next comes chapter 10, 32 to 12 verse 3. എബ്രായ ലേഖനം 10-ന്റെ 32 മുതൽ 12-ന്റെ 3 വരെയുള്ള വാക്യങ്ങൾ. അത് ഹബക്കൂക്ക് 2-ാം അധ്യായം 3-4 വാക്യങ്ങളാണ്. ഹബക്കൂക്ക് 2-ാമത്തെ അധ്യായം 3-4 വാക്യങ്ങൾ. അത് വ്യാഖ്യാനിച്ച് നൽകിയിരിക്കുകയാണ്. Second last is chapter 12 of Hebrews. Hebrews chapter 12, 4 to 13. 4 to 13. എബ്രായ ലേഖനം 12-ാം അധ്യായം 4 തൊട്ട് 13 വരെയുള്ള വാക്യങ്ങൾ. അത് പ്രോവബ്സ് സദൃശവാക്യങ്ങൾ 3-ാം അധ്യായം 11-12 വാക്യങ്ങൾ. അതിൻ്റെ വ്യാഖ്യാനമാണ്. സദൃശവാക്യങ്ങൾ 3-ാം അധ്യായത്തിന്റെ 11-12 വാക്യങ്ങൾ വ്യാഖ്യാനിച്ചു തരികയാണ്. എബ്രായർ 12-ന്റെ 4 തൊട്ട് 13 വരെ. അവസാനമായി എബ്രായർ 12-ാമത്തെ അധ്യായം 18 തൊട്ട് 29 വരെ. 18 തൊട്ട് 29 വരെ. അത് പുറപ്പാട് പുസ്തകം 19-20 അധ്യായങ്ങളാണ്. പുറപ്പാട് പുസ്തകം 19-20 അധ്യായങ്ങൾ. എക്സോഡസ് 19 and 20 chapters. അപ്പം പഴയ നിയമ ഭാഗങ്ങളെ പ്രത്യേകാൽ എടുത്ത് വളരെ നന്നായി ആ ഭാഗങ്ങളുടെ അർത്ഥം നമുക്ക് പറഞ്ഞു തരികയാണ് ഇവിടെ എബ്രായ ലേഖനകർത്താവ് ചെയ്യുന്നത്. റൂഫസ്, ഇറ്റ്സ് എനഫ് മോനെ. അപ്പോൾ എബ്രായ ലേഖനത്തിൽ നമുക്ക് പഴയ നിയമത്തിലെ പല ഭാഗങ്ങളുടെയും പല പുസ്തകങ്ങളുടെയും ശരിയായ വ്യാഖ്യാനം, എക്സ്പോസിഷൻ, എക്സിജീസിസ്
കാണുവാനായിട്ട് സാധിക്കും. ഇത് ഒരു എഴുത്തുകാരന്റെ അഭിപ്രായമാണ് പറഞ്ഞിരിക്കുന്നത്. ഇതുപോലെ വേറെ പലർക്കും ഇതിനേക്കാൾ കൂടുതലായിട്ട് പറയാനുണ്ട്. ഒരു പുസ്തക പരിചയം എന്ന നിലയിൽ നമ്മളിപ്പോൾ ഇത്രയൊക്കെ നോക്കുന്നുള്ളൂ. മറ്റൊരു കാര്യവും കൂടെ. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, എബ്രായ ലേഖനത്തെ ചിലർ 5 ചിലർ 6 ചിലർ 7 ഒക്കെ വിഭജിക്കുന്നുണ്ട്. ഡിഫറെന്റ് ഓഥേഴ്സ് or different interpreters, different schools of Hebrews, different students of the epistle, they divide this book some into 5, some others into 6 or 7 on the basis of some warnings against certain dangers given in this book. On the basis of some warnings in this book, people divide it into multiple ways. പല തരത്തിൽ 5, 6, 7 ഒക്കെയായി പല പഠിതാക്കളും ഈ പുസ്തകത്തെ തരംതിരിക്കുന്നു. അവരെ തരംതിരിക്കുന്നതിനുള്ള പ്രധാന അടിസ്ഥാനം ഈ പുസ്തകത്തിൽ നമ്മൾ കാണുന്ന താക്കീതുകളാണ്, മുന്നറിയിപ്പുകളാണ്. ചിലർ ഇതിൽ 5 മുന്നറിയിപ്പുകൾ കാണുമ്പോൾ വേറെ ചിലർ 6, 7 ഒക്കെ കാണുന്നു. ഞാൻ 1-2 എണ്ണം നിങ്ങളുടെ മുൻപിൽ വയ്ക്കാം. നമുക്ക് ഇഷ്ടമുള്ളതുപോലെ അതിനെ സ്വീകരിക്കാം. കർത്താവിൻ്റെ വരവ് താമസിക്കുന്നെങ്കിൽ നമ്മൾ ഏതായാലും മുഴുവൻ പുസ്തകത്തിലൂടെയും യാത്ര ചെയ്യും. ആ സമയത്ത് നമുക്കത് തിരിച്ചറിയാം. ഞാൻ പൊതുവെ 5 ഭാഗങ്ങളായിട്ട് തിരിച്ചാണ് ഇതിനെ പഠിപ്പിക്കാറുള്ളത്. എന്നാൽ നിങ്ങളുടെ മുമ്പിൽ ഞാൻ 5-ലധികമായിട്ടും കൂടെ വയ്ക്കാം. ആദ്യം റൂഫസെ, ഫസ്റ്റ് വൺ ഓൾസോ പ്ലീസ്. അതും ഞാൻ ഈ പറഞ്ഞ ഇതേ മാർക്ക് ആർത്തറിന്റെ ഒരു വ്യാഖ്യാനമാണ്. 6 താക്കീതുകൾ ഇതിനകത്തുള്ളതായിട്ട് അദ്ദേഹം പറയുന്നു. This book holds 6 warnings according to this author. താഴത്തേത് നോക്കിയാൽ മതി, 6 എണ്ണം. മോനെ, എക്സ്പാൻഡ് ഇറ്റ്. ഓക്കെ. ഒന്നാമത്തേത് 2-ാം അധ്യായം 1 തൊട്ട് 4 വരെയുള്ള വാക്യങ്ങൾ. ഇതിന് ശേഷം 5 എണ്ണം ഉള്ളതും കൂടെ ഞാൻ പറയാം കേട്ടോ. ഇത് ഒന്നാമത്തെ വ്യാഖ്യാന രീതി, അല്ലെങ്കിൽ ആദ്യം നമ്മൾ കാണുന്ന 6 താക്കീതുകൾ എന്ന നിലയിൽ പുസ്തകത്തെ വിഭജിക്കുന്ന രീതിയാണ് ഇപ്പോൾ നമ്മൾ നോക്കുന്നത്. 6 താക്കീതുകൾ. അതിൽ ഒന്നാമത്തേത് 2-ാം അധ്യായം 1 തൊട്ട് 4 വരെയുള്ള വാക്യങ്ങൾ. അവിടെ നാം കാണുന്നത് വാർണിംഗ് അഗൻസ്റ്റ് ഡ്രിഫ്റ്റിംഗ് ഫ്രം വാട്ട് വി ഹാവ് ഹേർഡ്. എല്ലാം ഡി എന്ന ഇംഗ്ലീഷ് അക്ഷരത്തിൽ തുടങ്ങിയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ഡ്രിഫ്റ്റിംഗ്, ഡിസ്ബിലീവിംഗ്, ഡീജനറേറ്റിംഗ്, ഡിസ്പൈസിംഗ്, ഡീവാല്യൂവിംഗ് ആൻഡ് ഡിപ്പാർട്ടിംഗ്. ഇങ്ങനെ 6 ഡികൾ ചേർത്താണ് അദ്ദേഹം ഇതിനെ തരംതിരിച്ച് തരുന്നത്. അതിൽ ഒന്നാമത്തേതാണ് 2-ന്റെ 1 തൊട്ട് 4 വരെ. അതിലുള്ളത് വാർണിംഗ് അഗൻസ്റ്റ് ഡ്രിഫ്റ്റിംഗ് ഫ്രം വാട്ട് വി ഹാവ് ഹേർഡ്. നാം കേട്ടതിൽ നിന്ന് ഒഴുകിപ്പോകുന്ന അപകടത്തിനെതിരെയുള്ള താക്കീത്. 2-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ടല്ലോ,
അതുകൊണ്ട് വല്ലപ്പോഴും ഒഴുകി പോകാതിരിക്കേണ്ടതിന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ ആവശ്യമാകും. സ്തോത്രം. അപ്പോൾ a danger of drifting from what we have heard. നാം കേട്ടതിൽ നിന്ന് ഒഴുകിപ്പോകാൻ ഉള്ള സാധ്യതയെ കണക്കിലെടുത്ത് തരുന്ന മുന്നറിയിപ്പാണ്. ഒഴുകിപ്പോകരുത് എന്ന്. രണ്ടാമത്തേതാണ് 3-ാം അധ്യായം 7 തൊട്ട് 14 വരെ, 3:7-14. അതാണ് രണ്ടാമത്തേത്. That is warning against disbelieving the voice of God. ദൈവത്തിൻ്റെ ശബ്ദത്തെ, ദൈവത്തിൻ്റെ അരുളപ്പാടിനെ, ദൈവ വചനത്തെ വിശ്വസിക്കാതിരിക്കുന്ന അല്ലെങ്കിൽ അവിശ്വാസത്തിനെതിരായുള്ള മുന്നറിയിപ്പ്. ദൈവ വചനത്തെ അവിശ്വസിക്കുന്നതിനെതിരായിട്ടുള്ള മുന്നറിയിപ്പ്. വാർണിംഗ് അഗൈൻസ്റ്റ് ഡിസ്ബിലീവിംഗ് ദ വോയിസ് ഓഫ് ഗാഡ്. മൂന്നാമത്തേത് 5:11-6:20. 5-ാം അധ്യായം 11 മുതൽ 6-ാം അധ്യായം 20 വരെ. 5:11 തൊട്ട് 6:20 വരെ. അവിടെ നാം കാണുന്നത് വാർണിംഗ് അഗൈൻസ്റ്റ് ഡീജനറേറ്റിംഗ് ഫ്രം ദ എലിമെന്ററി ടീച്ചിങ് അബൌട്ട് ക്രൈസ്റ്റ്. ഡീജനറേറ്റിംഗ് ഫ്രം ദ എലിമെന്ററി ടീച്ചിങ് അബൌട്ട് ദ ക്രൈസ്റ്റ്. ക്രിസ്തുവിനെ സംബന്ധിച്ചുള്ള ആദ്യ പാഠങ്ങളിൽ നിന്നു പോലും വീണുപോകുന്ന അപകടം, അതിനെതിരുള്ള മുന്നറിയിപ്പാണ്. അഥവാ ക്രിസ്തുവിനെ സംബന്ധിച്ച ആദ്യ വചനങ്ങളിൽ തന്നെ നിൽക്കുന്ന അപകടത്തിനെതിരായ മുന്നറിയിപ്പ്. അതാണ് 5-ാം അധ്യായം 11 തൊട്ട് 6:20 വരെ. 4-ാമത്തെ മുന്നറിയിപ്പ് ഫ്രം ചാപ്റ്റർ 10:26-39. 10-ാം അധ്യായം, എബ്രായ ലേഖനം 10-ാം അധ്യായം 26 തൊട്ട് 39 വരെ. ആ വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത് വാർണിംഗ് അഗൈൻസ്റ്റ് ഡിസ്പൈസിങ് ദ നോളജ് ഓഫ് ദ ട്രൂത്ത്. ഡിസ്പൈസിങ്, വാർണിംഗ് അഗൈൻസ്റ്റ് ഡിസ്പൈസിങ് ദ നോളജ് ഓഫ് ദ ട്രൂത്ത്. സത്യത്തിൻ്റെ പരിജ്ഞാനത്തെ നിരസിക്കുന്നതിനെതിരായുള്ള മുന്നറിയിപ്പാണിത്. 10:26 തൊട്ട് 39 വരെ കാണുന്ന മുന്നറിയിപ്പ് സത്യത്തിൻ്റെ പരിജ്ഞാനത്തെ തിരസ്കരിക്കുന്ന പാപത്തിനെതിരെ, നിരസിക്കുന്ന അപകടത്തിനെതിരെ ഉള്ള മുന്നറിയിപ്പ്. അഞ്ചാമത്തേത് 12-ാം അധ്യായം 15 തൊട്ട് 17 വരെ. ചാപ്റ്റർ 12, 15-17. 12-ാം അധ്യായം 15 തൊട്ട് 17 വരെ. അവിടെ കാണുന്നത് വാർണിംഗ് അഗൈൻസ്റ്റ് ഡീവാല്യൂവിങ് ദ ഗ്രേസ് ഓഫ് ഗാഡ്. ഡീവാല്യൂവിങ് ദ ഗ്രേസ് ഓഫ് ഗാഡ്. ദൈവകൃപയെ വില കുറച്ച് കാണുന്നതിനെതിരായുള്ള മുന്നറിയിപ്പാണ്. ദൈവകൃപയെ നിസ്സാരവൽക്കരിക്കുന്നതിനെതിരെ, ദൈവകൃപയെ മൂല്യം കുറച്ച് കാണുന്നതിനോ എതിരായുള്ള മുന്നറിയിപ്പ്. ഒടുവിലായിട്ട് 12:25 തൊട്ട് 29 വരെ. 12:25 തൊട്ട് 29 വരെ. 12:25-29. അവിടെ നമ്മൾ കാണുന്നത്
warning against departing from him who is speaking. Departing from him who is speaking. അരുളി ചെയ്തവനെ നിരസിക്കുന്നതിന് അല്ലെങ്കിൽ അരുളി ചെയ്തവനെ ഉപേക്ഷിക്കുന്നതിനെതിരായുള്ള മുന്നറിയിപ്പാണ്. ഡിപ്പാർട്ടിംഗ് ഫ്രം, അരുളി ചെയ്ത ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നതിനെതിരായുള്ള മുന്നറിയിപ്പ്. ദൈവത്തെ വിട്ടുകളയുന്നതിനെതിരെ, ദൈവത്തെ ഉപേക്ഷിക്കുന്നതിനെതിരെ, ദൈവത്തിൽ നിന്നും അകന്നു പോകുന്നതിനെതിരായ മുന്നറിയിപ്പ്. അതാണ് 6ാമത്തെ മുന്നറിയിപ്പ്. ഇങ്ങനെ 6 മുന്നറിയിപ്പുകളെ കുറിച്ചാണ് ഈ എഴുത്തുകാരൻ പറയുന്നത്. ഇത് 5, 6, 7 ഒക്കെയാകാം. ഓരോരുത്തരുടെയും വ്യാഖ്യാന രീതിയോ താല്പര്യമോ അനുസരിച്ച് ഇതിനെ നമുക്ക് വ്യത്യസ്തമായിട്ട് കാണുവാൻ കഴിയും. ഏതായാലും ഇവരെല്ലാവരും തന്നെ ഈ മുന്നറിയിപ്പുകളെ കുറിച്ച് പറയുന്നുണ്ട്. ചിലർ ചിലതിനെ ഒരുമിച്ച് കൂട്ടി പറയുന്നു, ചിലർ ചിലതിനെ വിഭജിച്ചു പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അതിൽ ചിലപ്പോഴൊക്കെ നമ്മൾ നോട്ട്സ് എഴുതുമ്പം ചിലർക്ക് 12 പോയിന്റ് കിട്ടും, ചിലർക്ക് 16 കിട്ടും, ചിലർക്ക് 20 കിട്ടും. കഴിഞ്ഞ ശനിയാഴ്ച തന്നെ നമ്മൾ കണ്ടതല്ലേ. അത്രേ ഉള്ളൂ. അതല്ലാതെ ഈ പറഞ്ഞ വിഭജനത്തിൽ കാര്യങ്ങളില്ല. എന്നാൽ ഇങ്ങനെ ഉണ്ടെന്ന് നിങ്ങളോട് ഞാനൊന്ന് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ കൂടുതലും അതിലെ 5 എണ്ണം എന്ന നിലയിൽ ആയിരിക്കും മുൻപോട്ട് പോവുക. 5 എണ്ണവും പല രീതികളിലായിട്ട്, പല ഭാഷ്യങ്ങളിലായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മൾ പഠിക്കാൻ നേരം ഇപ്പോൾ പറയുന്ന 2ൽ നിന്നും വ്യത്യസ്തമായ ഓരോ ശൈലികളായിരിക്കും നമ്മൾ അനുവർത്തിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? എന്തെങ്കിലും ചോദ്യങ്ങൾ ഇതുവരെ ഉള്ളതിലുണ്ടോ? ഒന്നുമില്ല. ശരി, എന്നാൽ ഇനി 5 മുന്നറിയിപ്പുകൾ എന്ന നിലയിൽ നമുക്കൊന്ന് നോക്കാം. ഇത് ഞാൻ പറയുന്നത് വിൽമിങ്ടൺ എന്ന് പറയുന്ന ഒരു എഴുത്തുകാരൻ്റെ എഴുത്തിൽ നിന്നാണ്. ഏകദേശം ഇതുപോലൊക്കെ തന്നെയായിരിക്കും നമ്മൾ മുൻപോട്ട് പഠിക്കുന്നത്. എന്നാൽ വേർഡിങ്സും പേരും അല്പം കൂടെ എനിക്കിഷ്ടപ്പെട്ടത് നമ്മൾ പഠിക്കാൻ പോകുന്നതാണ്. എന്നാൽ ഇതും നിങ്ങളുടെ അറിവിന് വേണ്ടി പറയുന്നു എന്നേ ഉള്ളൂ. ഒന്നാമത്തേത്, ദ ഫസ്റ്റ് വാർണിംഗ്, ചാപ്റ്റർ 2 വേഴ്സസ് 1 to 4. മുമ്പ് നമ്മൾ കണ്ട അതേ ഭാഗം തന്നെയാണ്, 2ന്റെ 1 തൊട്ട് 4 വരെ. അവിടെ ഇദ്ദേഹം പറയുന്നത് ഫസ്റ്റ് വാർണിംഗ് അബൌട്ട് ഡിസ്റിഗാർഡിങ് ഗോഡ്സ് വേർഡ്. ഡിസ്റിഗാർഡിങ് ഗോഡ്സ് വേർഡ്, ദൈവത്തിൻ്റെ വചനത്തെ പരിഗണിക്കാതിരിക്കുന്ന, ഗണ്യമാക്കാതിരിക്കുന്നതിനെതിരെയുള്ള വാണിംഗ്. രണ്ടാമത്തേത്, നമ്മൾ ഈ ഭാഗങ്ങളൊന്നും ഇപ്പോൾ വ്യാഖ്യാനിക്കുന്നില്ല, പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. രണ്ടാമത്തേത്, മൂന്നിന്റെ 7 തൊട്ട് 19 വരെ. 3 ഹീബ്രൂസ് 3:7 to 19. അവിടെ പറയുന്നത് വാണിംഗ് അബൌട്ട് ഡൗട്ടിങ് ഗോഡ്സ് വേർഡ്. ദൈവവചനത്തെ സംശയിക്കുന്ന അല്ലെങ്കിൽ ദൈവവചനത്തിൻ്റെ
സംശയത്തിനു എതിരെയുള്ള താക്കീതാണ്. സംശയത്തിനെതിരെ 3:7 തൊട്ട് 19 വരെ. എൻ്റെ മാത്ര ശബ്ദം കേൾക്കാണല്ലോ. 3:12 വായിച്ചു. 3:12. സഹോദരന്മാരെ, ജീവനുള്ള ദൈവത്തെ ത്യജിച്ചു കളയാതിരിക്കേണ്ടതിന് അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നിങ്ങളിൽ ആർക്കും ഉണ്ടാകാതിരിപ്പാൻ നോക്കുവിൻ. സ്തോത്രം. അവിശ്വാസമുള്ള ദുഷ്ടഹൃദയം നമ്മിൽ ആർക്കും ഉണ്ടാകാതിരിപ്പാൻ നോക്കുവിൻ. അപ്പോൾ അവിശ്വാസത്തിനെതിരെ, സംശയത്തിനെതിരെ, ദൈവവചനത്തെ സംശയിക്കുന്ന പാപം, അത് ഗൗരവതരമായ പാപമാണ്. ദൈവവചനത്തെ സംശയിക്കുക എന്നുള്ളത്, അവിശ്വസിക്കുക എന്നുള്ളത്. ശരി, ഈ എഴുത്തുകാരൻ 4:11 വാക്യവും ഇതിനോട് ചേർത്താണ് പഠിക്കുന്നത്. 4:11 വാക്യവും നമുക്കതറിയാമല്ലോ. ഇതിനെക്കുറിച്ച് ഞങ്ങൾക്ക് Let us therefore strive to enter that rest, so that no one may fall by the same sort of disobedience. 5:11. ഇത് ഞാൻ 4:11 തന്നെ ഞാൻ പറഞ്ഞത് തെറ്റിപ്പോയതാ. 4:11 വായിച്ചത് തന്നെയാണ്. സ്തോത്രം. നമുക്കും ഒരു വാഗ്ദത്തം ശേഷിച്ചിരിക്കുന്നു. എന്തിനാ? സ്വസ്ഥതയിൽ പ്രവേശിപ്പാൻ. എന്നാൽ എന്ത് സൂക്ഷിക്കണം? അതുകൊണ്ട് ആരും അനുസരണക്കേടിന്റെ സമദൃഷ്ടാന്തത്തിനൊത്തവണ്ണം വീഴാതിരിക്കേണ്ടതിന് നാം ആ സ്വസ്ഥതയിൽ പ്രവേശിപ്പാൻ ഉത്സാഹിക്കാം. സ്തോത്രം. അപ്പോൾ അവർ കേട്ട ദൈവവചനത്തെ, ഇസ്രായേൽ മക്കളെ കുറിച്ചാണ് പറയുന്നത്, അവര് വിശ്വസിച്ചില്ല. 4 തുടക്കത്തിൽ വീണ്ടും പറയുന്നുണ്ട്, അവർ കേട്ട വചനം അവർക്ക് ഉപകാരമായി വന്നില്ല. കാരണം കേട്ടവരിൽ വിശ്വാസമായി പരിണമിക്കായക കൊണ്ട്, കേട്ടത് വിശ്വാസമായി പരിണമിക്കായക കൊണ്ട് അതവർക്ക് ഉപകാരമായി വന്നില്ല. അപ്പോൾ കേട്ടു, പക്ഷെ വിശ്വസിച്ചില്ല. അതിനെതിരെയാണ് ഈ 2ാമത്തെ താക്കീത്. 3ാമത്തേത് 5:11 തൊട്ട് 6:20 വരെയാണ്. 5:11 തൊട്ട് 6:20 വരെ. അവിടെ നാം കാണുന്നത് അഗെയിൻ വാർണിംഗ് അബൌട്ട് ഡിപ്പാർട്ടിംഗ് ഫ്രം ഗോഡ്സ് വേർഡ്. ദൈവവചനത്തിൽ നിന്ന് മാറിപ്പോകുന്നതിനെതിരായ താക്കീത്. ദൈവവചനത്തിൽ നിന്ന് മാറിപ്പോകുന്നതിനെതിരായി ഉള്ള താക്കീതാണ്. അടുത്തത് 4ാമത്തേത് 10:26 തൊട്ട് 31 വരെ. 10:26 മുതൽ 31 വരെ. 10:26 to 31. അവിടെ നാം കാണുന്നത് വാർണിംഗ് അബൌട്ട് ഡിസ്പൈസിങ് ഗോഡ്സ് വേർഡ്. വാർണിംഗ് അഗൈൻസ്റ്റ് ഡിസ്പൈസിങ് ഗോഡ്സ് വേർഡ്. ദൈവവചനത്തെ തള്ളിക്കളയുക, ഉപേക്ഷിക്കുന്നതിനെതിരായുള്ള താക്കീത. ഡിസ്പൈസിങ്. അടുത്തത് 5ാമത്തേതായിട്ട് പറയുന്നത് ലാസ്റ്റ് 12:25 ആണ്. 12:25.
disregarding God's word. Disregarding God's word. ദൈവവചനത്തെ പരിഗണിക്കാതിരിക്കുക. But that's the same as one, no? The first one. Sorry, disagreeing. This is not disregarding, sorry, disagreeing. ദൈവവചനത്തോട് ഏകീഭവിക്കാതിരിക്കുക. ഡിസഗ്രിമെന്റ്. ദൈവം പറയുന്നതിനോട് അല്ലെ ദൈവ വചനത്തോട് ഐക്യദാർഢ്യം കാണിക്കാതിരിക്കുക. അതിനെതിരായിട്ടുള്ള താക്കീതാണ്. ഇവിടെയും ഇദ്ദേഹം എല്ലാം ഡിയിലാണ് തുടങ്ങിയിരിക്കുന്നത്. അപ്പൊ ഇദ്ദേഹം 5 താക്കീതുകളാണ് പറയുന്നത്. 5 താക്കീതുകൾ. നമ്മൾ ഒരല്പം വ്യത്യാസപ്പെട്ടാണ് ഈ 5 എണ്ണത്തെ പഠിക്കാനായിട്ട് പോകുന്നത്. അല്പ വ്യത്യാസമുണ്ട്. അത് ഓരോന്ന് നമ്മൾ പഠിക്കുന്ന സമയത്ത് ഞാൻ ഓരോന്നോരോന്നായിട്ട് പറയാം. അത്രയും കൂടെ നമുക്ക് സമയം ലാഭിക്കാം. അപ്പം ഇത്രയും പറഞ്ഞതിൽ മുഖവുരകളാണ്. ഇതുവരെ നമ്മൾ പുസ്തക പരിചയമായിരുന്നു. ഒരു ചെറിയ ഗ്രാഹ്യം പുസ്തകത്തെക്കുറിച്ച് ഇപ്പോൾ നമുക്ക് കിട്ടിക്കാണുമായിരിക്കുമല്ലോ. പുതിയ നിയമത്തിലെ ഏറ്റവും ആൾക്കാരെ വായിക്കാൻ ഇഷ്ടപ്പെടാത്ത 2 പുസ്തകങ്ങളാണ് നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരെണ്ണം കഴിഞ്ഞു, വെളിപ്പാട് പുസ്തകം. മറ്റൊന്നാണ് എബ്രായ ലേഖനം. പലതും ഇതിലേത് പഠിച്ചാൽ വായിച്ചാൽ മനസ്സിലാകത്തില്ലെന്നാണ് പറയുന്നത്. ഞാൻ ഒത്തിരിയിടത്ത് ചോദിച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് ഏറ്റവും പഠിക്കാൻ ഗ്രഹിക്കാൻ പ്രയാസമുള്ള പുസ്തകം ഏതാണെന്ന്. ഈ 2 ഉത്തരങ്ങളാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഈ 2 ഉത്തരങ്ങൾ. അപ്പോൾ അങ്ങനെയാകുമ്പോൾ നമ്മളിപ്പോൾ പഠിക്കാനായിട്ട് ഒരുങ്ങുന്നത് ക്രൈസ്തവ ലോകം ഗ്രഹിക്കുവാൻ വളരെ പ്രയാസമുള്ളത് എന്ന് കാണുന്ന പരിഗണിക്കുന്ന പുസ്തകത്തെയാണ്. എന്നാൽ വളരെ അർത്ഥവത്തായ, ഒത്തിരി നമ്മുടെ പ്രത്യാശയെ വർദ്ധിപ്പിക്കുന്നതും ക്രിസ്തുവിനോടുള്ള നമ്മുടെ സ്നേഹത്തെ വളർത്തുന്നതുമായ, ക്രിസ്തുവിനോടുള്ള നമ്മുടെ ആരാധനയെ വർദ്ധിപ്പിക്കുന്നതുമായ കാര്യങ്ങൾ നമുക്ക് ഈ ഗ്രന്ഥത്തിനകത്ത് നിന്നും ഗ്രഹിപ്പാൻ സാധിക്കും. പുസ്തക പരിചയത്തിൽ ഞാൻ ഒരു കാര്യവും കൂടെ പറഞ്ഞ് നിർത്തുന്നു. അതിനുശേഷം നമ്മൾ വ്യാഖ്യാനത്തിലേക്ക് പോവുക. അതായത് ഞാൻ വായിച്ച ഒരു പുസ്തകത്തിനകത്ത് കണ്ടതാണ്. അദ്ദേഹം അതിൽ വിഷയത്തെ അവതരിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. Suppose a Christian enters into a dialogue with a non-Christian. Okay. ഒരു ക്രിസ്ത്യാനിയും അക്രൈസ്തവനും തമ്മിൽ വിശ്വാസ സംബന്ധമായ ഒരു സംസാരത്തിൽ ഏർപ്പെടുന്നു. യേശുക്രിസ്തുവിനെ കുറിച്ച് ഈ വിശ്വാസി അവിശ്വാസിയോട് പങ്കുവയ്ക്കുന്നു. അപ്പോൾ അദ്ദേഹം ചില ചോദ്യങ്ങൾ ചോദിക്കുക. ഒന്നാമത്തെ ചോദ്യം, why Jesus had to be born? യേശുക്രിസ്തു എന്തിനാണ് ജനിക്കേണ്ടി വന്നത്? Otherwise, the purpose of Jesus' human birth. ഉത്തരം, ഒത്തിരി ഉത്തരങ്ങളുണ്ട്.
ഇവിടെ ഈ എഴുത്തുകാരൻ പറയുന്ന ഉത്തരം മാത്രമേ ഞാൻ നിങ്ങളോട് പറയുന്നുള്ളൂ. യോഹന്നാൻ 1:18 വാക്യം. ജോൺ 1:18. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. പിതാവിന്റെ മടിയിൽ ഇരിക്കുന്ന ഏകജാതനായ പുത്രൻ അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. അപ്പോൾ യേശുവിൻ്റെ മാനവ ജനന ഉദ്ദേശം ഒരു അക്രൈസ്തവൻ ചോദിച്ചാൽ മറുപടി ഇതാണ്. യോഹന്നാൻ 1:18. എന്തിനാ യേശു വന്നത്? പിതാവിനെ വെളിപ്പെടുത്താൻ. ടു റിവീൽ ഗാഡ്, ടു റിവീൽ ദി അൺസീൻ ആൻഡ് ഇൻവിസിബിൾ ഗാഡ്. കാണാൻ കഴിയാത്തവനും മനുഷ്യരാരും കണ്ടിട്ടില്ലാത്തവനുമായ ദൈവത്തെ ലോകത്തിന് പരിചയപ്പെടുത്താൻ, ദൈവത്തെ വെളിപ്പെടുത്താൻ യേശു വന്നു. അത് കേട്ടിട്ട് ആ അക്രൈസ്തവൻ ചോദിക്കുകയാണ് രണ്ടാമത്തെ ചോദ്യം. Okay, then what was the purpose of his crucifixion? Death on the cross. യേശുവിന്റെ ക്രൂശീകരണത്തിന്റെ ഉദ്ദേശം എന്തായിരുന്നു? ഓക്കെ, ജനിച്ചു, പിതാവിനെ വെളിപ്പെടുത്താൻ, സമ്മതിച്ചു. എന്തിനാ യേശു മരിച്ചത്? അതിന് ഒത്തിരി ഉത്തരങ്ങളുണ്ട്. ഇവിടെ കൊടുത്തിരിക്കുന്ന ഉത്തരം മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. ഗലേഷ്യൻസ് 1:4, ഗലാത്യർ 1:4 വാക്യം. ഗല 1:3 3 മലയാളത്തില്? മലയാളത്തിൽ 3 വായിച്ചോളൂ. ഇപ്പോഴത്തെ ദുഷ്ടലോകത്തിൽ നിന്ന് നമ്മെ വിടുവിക്കേണ്ടതിന് നമ്മുടെ പാപങ്ങൾ നിമിത്തം തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തവനായി നമ്മുടെ കർത്താവായ യേശു. സ്തോത്രം. ഇംഗ്ലീഷിൽ 4 അല്ലേ? Yes. യാ, ഇംഗ്ലീഷിലും കൂടെ വായിച്ചു. Who gave himself for our sins to deliver us from the present evil age, according to the will of our God and Father. കണ്ടോ, ഇവിടെ മലയാളത്തിൽ 3 വാക്യമാണ്, ഇംഗ്ലീഷിൽ 4 വാക്യം. എന്തിനാണ് യേശു ക്രൂശിൽ മരിച്ചത്? 2 കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട്. ഒന്ന്, നമ്മുടെ പാപങ്ങൾ നിമിത്തം. 2, ഈ ദുഷ്ടലോകത്തിൽ നിന്നും നമ്മെ വിടുവിപ്പാൻ. ക്രിസ്തുവിന്റെ മരണോദ്ദേശ്യമാണത്. The purpose of Christ's crucifixion. Because of our sins, he had to die to deal with our sins. Then to deliver us from this evil world. ഇപ്പോഴുള്ള ഈ ദുഷ്ടലോകത്തിൽ നിന്നും നമ്മെ വിടുവിക്കുക. അപ്പോൾ മൂന്നാമതൊരു ചോദ്യം വരുന്നുണ്ട്. A third question is asked. Okay, that also fine. Then the purpose of his resurrection. യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പിന്റെ ഉദ്ദേശം എന്തായിരുന്നു? എന്തിനാ യേശു ഉയർത്തെഴുന്നേറ്റത്? ഉത്തരം അവിടെ നാം കാണുന്നു. 1 Corinthians 15:14. വേറെയും പല ഉത്തരങ്ങൾ ബൈബിളിലുണ്ട്, ഇവിടുത്തേത് മാത്രം ഞാൻ പറയുകയാണ്. 1 Corinthians 15:14. 1 കൊരിന്ത്യർ 15:14. ക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല എങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം, നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം. അപ്പോൾ എന്തിനാ യേശു ഉയർത്തെഴുന്നേറ്റത്? നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി. യേശു ഉയർത്തെഴുന്നേറ്റിട്ടില്ലെങ്കിൽ ഞങ്ങളുടെ പ്രസംഗവും നിങ്ങളുടെ വിശ്വാസവും വ്യർത്ഥം. എന്തിനാ നമ്മൾ വിശ്വസിച്ചത്? രക്ഷിക്കപ്പെടാൻ. റോമലേഖനം 10:9, 10 കൂടെ ഒക്കെ നമുക്ക് അതിനോട് ചേർത്ത് വയ്ക്കാൻ പറ്റും. നമ്മുടെ 10:10 വായിച്ചാലും മതി. ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വായ് കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യും. 9 കൂടെ ചേർത്ത് വായിച്ചോളൂ.
യേശുവിനെ കർത്താവെന്ന് വായ്കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു എന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. സ്തോത്രം. അപ്പോൾ ആ ഭാഗങ്ങളിൽ യേശുവിന്റെ ഉയർപ്പിന്റെ ഉദ്ദേശം നമ്മുടെ നീതീകരണം, നമ്മുടെ രക്ഷ, നമ്മുടെ രക്ഷയുടെ പൂർത്തീകരണം എന്നിങ്ങനെ ഉള്ളതൊക്കെ ആയിട്ട് വരുന്നു. അതുകൊണ്ടും ചോദ്യം തീരുന്നില്ല. നാലാമത്തെ ചോദ്യം, he is not only resurrected but also ascended, no? What is the purpose of his ascension? യേശു മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, ഒക്കെ ശരിയാണ്. എന്നിട്ട് അങ്ങ് സ്വർഗത്തിലേക്ക് കയറിപ്പോയല്ലോ. സ്വർഗാരോഹണത്തിന്റെ ഉദ്ദേശം എന്താണ്? ആൻസർ, the book of Hebrews. യേശു സ്വർഗാരോഹണം ചെയ്തത് എന്തിനു വേണ്ടി? അതിന്റെ വിവരണമാണ് എബ്രായ ലേഖനം. അതുകൊണ്ടാണ് നമ്മൾ ഫിഫ്ത്ത് ഗോസ്പൽ എന്ന് മുമ്പേ കണ്ടത്. 5-ാം സുവിശേഷം എന്ന് പറഞ്ഞായിരുന്നല്ലോ. എന്താണെന്ന് ഓർക്കുന്നു? സ്വർഗത്തിൽ നമുക്ക് വേണ്ടി heavenly ministry, the person of Christ and his heavenly ministry. സ്വർഗത്തിൽ യേശുവിന്റെ ആളത്വം, ഇപ്പോഴത്തെ ആളത്വം. 2, സ്വർഗത്തിൽ ഇപ്പോൾ നമുക്ക് വേണ്ടി ചെയ്യുന്ന ശുശ്രൂഷ. അപ്പോൾ സ്വർഗാരോഹണ ശേഷം യേശുവിന്റെ ശുശ്രൂഷ, എന്തിനാണ് യേശു ഉയർത്തത്, സ്വർഗാരോഹണം ചെയ്തത്, എന്താണ് ഇപ്പോൾ യേശു ചെയ്തുകൊണ്ടിരിക്കുന്നത് ചോദിച്ചാൽ അതിനുള്ള ഉത്തരമാണ് എബ്രായ ലേഖനം. അതാണ് നമ്മൾ പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്. സ്തോത്രം. ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കാണുമല്ലോ. ഇതുവരെയുള്ളതിൽ എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ? സ്തോത്രം. 1-1 മുതൽ 2-4 വരെ ഉള്ളത് പഴയ നിയമത്തിലെ ഏത് ഭാഗത്തെ ഉദ്ധരിച്ച് പറഞ്ഞു? പഴയ നിയമത്തിലെ ഒരു പ്രത്യേക റെഫറൻസ് ആയിട്ടല്ല, പല സങ്കീർത്തന ഭാഗങ്ങളുണ്ട് അതിൽ. അതുപോലെ 2 ശമൂവേൽ 7-ാം അധ്യായം, പിന്നെ ആവർത്തന പുസ്തകം 32-ാം അധ്യായം. രണ്ടാം സങ്കീർത്തനം, 45-ാം സങ്കീർത്തനം, 110-ാം സങ്കീർത്തനം, ഇങ്ങനെ പല സങ്കീർത്തന ഭാഗങ്ങൾ ഒരുമിച്ചുണ്ട്. 2 ശമൂവേൽ 7-ാമത്തെ അധ്യായം ഡേവിഡിക് കവനന്റ്, ദാവീദ്യ ഉടമ്പടിയുടെ അധ്യായമാണല്ലോ. കൂടാതെ ആവർത്തന പുസ്തകം 32-ാമത്തെ അധ്യായം. മറ്റെന്തെങ്കിലും? മറ്റൊന്നും ഇല്ല എങ്കിൽ ഈ പുസ്തക പരിചയം നമുക്ക് തൽക്കാലം നിർത്താം. ഇനി നമ്മൾ വ്യാഖ്യാനത്തിലേക്ക് കടക്കുക. 1-ാം അധ്യായം മുതൽക്കുള്ള ഭാഗങ്ങൾ. ഇന്ന് നമുക്ക് തുടങ്ങിയാൽ അത് തീരത്തില്ല എന്നതുകൊണ്ട് കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ നാളത്തേക്കായിട്ട് അത് വയ്ക്കുന്നു. അതിനു മുമ്പ് ഇത്രയും കൂടെ നാം അറിഞ്ഞിരിക്കുക, ഓർത്തിരിക്കുക. 1 തൊട്ട് 10 വരെയുള്ള അധ്യായങ്ങൾ ഉപദേശപരമാണ്. 12-ഉം 13-ഉം അധ്യായങ്ങൾ
പ്രായോഗികവും. ഇവയ്ക്കിടയിലുള്ള 11-ാം അധ്യായം ഇതിനെ രണ്ടിനെയും കൂടെ സാൻഡ്വിച്ച് ചെയ്യുന്ന, ചേർത്ത് വയ്ക്കുന്ന ഒരു പ്രത്യേകാൽ അധ്യായം. So chapters 1 to 10 is doctrinal and 12 and 13 are practical Christianity. Between chapter 11, sandwiching these two sections, elaborating about the list of the saints, or in our language, the heroes of faith. ഉപദേശപരമാണ്, വിശ്വാസപരമാണ് ആദ്യത്തെ 10 അധ്യായങ്ങൾ. അതിൽ യേശുക്രിസ്തുവിന്റെ നിസ്തുലതയെയാണ് പ്രതിപാദിക്കുന്നത്. അതാണ് കർത്താവിന്റെ വരവ് താമസിച്ചാൽ നാം നാളെ മുതൽക്ക് പഠിക്കാൻ ആഗ്രഹിക്കുന്നത്. സ്തോത്രം. നമുക്ക് ഇത്ര ശ്രേഷ്ഠനായ ക്രിസ്തുവിനെ ഉള്ളു തുറന്ന് കാണുവാൻ, സ്നേഹിപ്പാൻ ഭാഗ്യം ലഭിച്ചതിനായിട്ട് സ്തോത്രം. ഈ കർത്താവിൽ നിന്നും നാം വീണുപോകാതെ, വല്ലപ്പോഴും ഒഴുകിപ്പോകാതിരിക്കേണ്ടതെന്ന് കേട്ടത് അധികം ശ്രദ്ധയോടെ കരുതിക്കൊള്ളുവാൻ നമുക്ക് ദൈവം ഈ വചനങ്ങളാൽ കൃപ ചെയ്യട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം.